സനൽ ശശിധരൻ പോലും ഒരു മഹാനായ മനുഷ്യനാണ്. ഏതോ രാജ്യത്ത് പോയിരുന്ന് മഞ്ജു വാര്യരെ സംരക്ഷിച്ചേ അടങ്ങൂ. മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയിലാണെന്നതിന് അതിയാനാണ് സഹിക്കാൻ കഴിയാത്തത്. എന്ന് മാത്രമല്ല, ഈ ഡാമിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ചു പോകുന്നത് പോലെ പ്രണയം അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയാതെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹാനായ മനുഷ്യന്. ഇത് ഒരു സനൽ ശശിധരൻ്റെ മാത്രം രോഗമല്ല. ഇതുപോലെ ഇഷ്ടമല്ലെങ്കിലും നിർബന്ധിച്ചു പ്രണയിച്ചേ അടങ്ങൂ എന്ന തരത്തിൽ ഒരുപാട് പെൺകുട്ടികളെയും വിവാഹിതരായ സ്ത്രീകളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന മനോരോഗികൾ അല്ലെങ്കിൽ പ്രണയരോഗികൾ ധാരാളമായി ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് സനൽ ശശിധരൻ. പ്രണയത്തിന് വ്യത്യസ്തമായ ഭാവങ്ങളും രീതികളും ഒക്കെയുണ്ട്. ചിലർ മദ്യപിക്കുന്നത് പോലെ പ്രണയിച്ചാൽ മൗനമായി പോകുന്നവരുണ്ട്. നിരാശ പൂണ്ട് താടി വളർത്തി പിന്നെ ജീവിതത്തിൽ കല്യാണം കഴിക്കാത്തവരുണ്ട്. ഇനി പ്രണയം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ അത് പിന്നൊരു തരം ഭ്രാന്തായി ഇങ്ങനെയൊക്കെ കോലം കെട്ടുന്ന കുറേ ആളുകൾ പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. എന്നാൽ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ സാമാന്യേന അധികം മൂർച്ഛിക്കാതെ അങ്ങ് അവസാനിക്കുമായിരുന്നു. കാരണം തണ്ടും തടിയുമുള്ള നാട്ടുകാരും ബന്ധുക്കളും ആങ്ങളമാരും ഉണ്ടെങ്കിൽ ഈ സോക്കേട് അത്രമേൽ ശക്തിപ്പെടില്ല. എന്നാൽ ഇന്ന് സാമൂഹ്യ മാധ്യമ കാലത്ത് ഇതുപോലെയൊക്കെ കാണിക്കുന്നതിന് എന്ത് അഭ്യാസവും കാണിക്കാൻ ഒരു മടിയുമില്ല. എടാ, മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയിലാണെങ്കിൽ അവർക്ക് നോക്കാനുള്ള പ്രായമുണ്ട്. അവരൊരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന സ്ത്രീയാണ്. അതിന് ഇയാൾ അവിടെ ഇരുന്ന് ഒരു കൂട്ടം പോസ്റ്റുകൾ എഴുതി മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലായി പോയാൽ പുള്ളിക്കെന്തോ ദുരന്തം സംഭവിക്കുന്നത് പോലെ എഴുതി ഇപ്പോൾ ജാമ്യമില്ലാ കേസായി. ഇതിനു മുമ്പ് സമാനമായ രോഗം വന്നപ്പോഴും ഒരു കേസുണ്ടായിരുന്നു. അതിൻ്റെ ജാമ്യത്തിൽ നിന്നതിന് ശേഷമാണ് ഈ രോഗം മാറാതെ വീണ്ടും ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള സനൽ ശശിധരന്മാർ പലയിടങ്ങളിലുമുണ്ട്. പല വിവാഹിതരായ സ്ത്രീകളും ജോലിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുമൊക്കെ ഇതുപോലെ നിർബന്ധിത പ്രണയത്തിൻ്റെ പീഡകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവർ ധാരാളമുണ്ട്. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടം തോന്നുമ്പോഴുണ്ടാകുന്നൊരു വികാരമാണ്. ഇത് ഒരാൾ അങ്ങോട്ട് ചെന്ന് പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് താല്പര്യമില്ലെന്നറിയിച്ചാലും നിർബന്ധപൂർവം പ്രണയിച്ചേ പറ്റൂ എന്ന പേരിൽ സങ്കടപ്പെരുമഴയും പിന്നെ വിളിക്കാനുള്ള അനുവാദവും കാണാനുള്ള അനുവാദവും ഫോട്ടോ എടുക്കാനുള്ള അനുവാദവും പറ്റുമെങ്കിൽ അവരെവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ മുഴുവൻ ജന്മദിനങ്ങൾക്കും വിശേഷാൽ ദിവസങ്ങളിലുമൊക്കെ അങ്ങോട്ട് കയറി ഇറങ്ങി വിരകി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരുടെ മുന്നിലും വ്യത്യസ്തമായ ഭാവത്തിലും എന്നാൽ ഒരു പാവം സ്ത്രീയെ ഇതുപോലെ പ്രണയത്തിലുമിട്ട് കുരുക്കി ആസ്വദിക്കുന്ന കുറേ പ്രണയരോഗികളായ ആളുകൾ ഇപ്പോൾ ധാരാളമായുണ്ട്. അത് അവർക്ക് പറഞ്ഞാലൊട്ടു മനസ്സിലാവുകയില്ല. എന്നാൽ ഞാനിതെല്ലാം കളഞ്ഞ് പെട്ടിയും എടുത്തുകൊണ്ട് അങ്ങ് ചേട്ടൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചാൽ അതിന് താല്പര്യമില്ല. വല്ലവരും ചെലവിന് കൊടുക്കുന്ന വീട്ടിൽ നിന്നുകൊണ്ട് ദൂരെ നിന്ന് പ്രണയിക്കുന്നതിലാണ് ഇതുപോലെയുള്ള ആളുകൾക്ക് ഇഷ്ടം. അത് അവർക്കിഷ്ടമാണെങ്കിലല്ലേ ഇത് നടക്കേണ്ടത്. ഇത് അതിനു പകരം അവരെ ഇട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇടങ്ങാറാക്കി മക്കാറാക്കി എന്നു വേണ്ട എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് പിന്നാലെ കൂടി ശല്യം ചെയ്ത് ചിലരൊക്കെ ജോലിസ്ഥലം മാറുകയും മറ്റു ചിലരൊക്കെ പ്രതിസന്ധിയായി കൗൺസിലർമാരെയും വിശ്വസനീയമായ ആളുകളെയും തേടി ഇതിനൊരു പരിഹാരം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ചില സ്ത്രീകളൊക്കെ മുഖമടച്ച മറുപടി അപ്പോൾ തന്നെ കൊടുക്കും. അതുമല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞതുപോലെ കൃത്യമായ മറുപടി കിട്ടുമെന്നറിഞ്ഞാൽ ഈ സൂക്കേടിന് കുറച്ചൊരാശ്വാസം വരും. എന്നാൽ അതിനു പകരം ചിലരാകട്ടെ അങ്ങ് നിശബ്ദമായി അല്ലെങ്കിൽ മൗനമായി അത് സഹിക്കാൻ വയ്യാതെ ഒതുങ്ങും തോറും ഇയാൾ വിചാരിക്കുന്നത് ഇയാളോടുള്ള ഇഷ്ടം എന്തോ പുറത്തേക്ക് വരാനുള്ള വൈമനസ്യവും വൈക്ലഭ്യവും കൊണ്ടാണ് എന്ന് കരുതി വീണ്ടും ഇട്ടിടങ്ങേറാക്കലാണ് പതിവ്. അത്തരം ഒരു ഇടങ്ങേറാക്കുന്ന പണിയാണ് ഇപ്പോൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതേ സമയത്ത് എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തില്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി പലരും പ്രയാസപ്പെട്ട് പലപ്പോഴും കൗൺസിലിങ്ങും അല്ലാതെയും ഒക്കെ വന്ന് പല വിഷമങ്ങളും പറയുന്നവരുണ്ട്. കാരണം അത്ര അസഹനീയവും അത്ര പീഡാനുഭവവുമാണ് ഈ സംഭവം. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അയാളെ ഇട്ട് കുത്തിയാൽ ഉണ്ടാകുന്ന ആ
ഈ മാനസികാവസ്ഥ അത് ഈ രോഗികൾ തിരിച്ചറിയാത്തതാണ് കഷ്ടം. ഇതിലങ്ങനെ പ്രത്യേകിച്ച് സ്ഥാനമോ മാനമോ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നും ഒരു പ്രത്യേകതയല്ല. ഈ രോഗം പിടിപെട്ടാൽ ഏത് ലെവലിലുള്ളവരും ഇതേ അവസ്ഥയിൽ എത്തിച്ചേരും എന്നതാണ് ഒരു ദുർഗതി.